ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പേപ്പറിലെ മൊഡ്യൂൾ 2 ജെൻഡർ ഇൻ വർക്ക് പ്ലേസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ വരുന്ന ഗ്ലാസ് സീലിംഗ് എ റിയാലിറ്റി ഫോർ വിമൻ ഇൻ വർക്ക് ഫോഴ്സ്, വിജയ് കുമാർ ഗ്രോവർ എന്ന് പറയുന്ന അസോസിയേറ്റ് പ്രൊഫസർ, DAV കോളേജ് പഞ്ചാബിലെ അസോസിയേറ്റ് പ്രൊഫസർ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ, ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ ബേസിൽ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഗ്ലാസ് സീലിംഗ് എ റിയാലിറ്റി ഫോർ വിമൻ ഇൻ വർക്ക് ഫോഴ്സ്. അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. The article is highly relevant in today's corporate world where women continue to face challenges in reaching top positions despite having equal qualifications. ശരിക്കും ഒരു പുരുഷനോട് തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നിട്ട് പോലും പല സ്ത്രീകൾക്കും കമ്പനികളിൽ, കോർപ്പറേറ്റ് വേൾഡിൻ്റെ കാര്യമാണ് പറയുന്നത്, അവിടുത്തെ ടോപ്പ് പൊസിഷൻസിലോട്ട് എത്താൻ പറ്റുന്നില്ല. ഈവൻ ആഫ്റ്റർ ഹാവിങ് ഈക്വൽ ഓർ ഈവൻ മോർ ക്വാളിഫിക്കേഷൻ ദാൻ ദി മെയിൽ കാൻഡിഡേറ്റ്, അവർ തഴയപ്പെടുകയാണ്. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് സൊസൈറ്റിയിലുള്ള ബയസസ് എന്ന് പറയുമ്പോഴത്തേക്കും ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രം ഊന്നൽ നൽകിയിട്ട് ഫേവറേറ്റിസം കാണിക്കുക, ആണുങ്ങൾക്ക് മുൻഗണന കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളാണ്. പിന്നെ വർക്ക് പ്ലേസിൻ്റെ ചില പോളിസീസ്, ലീഡർഷിപ്പിൽ വരുന്ന കുറച്ച് സ്റ്റീരിയോ ടൈപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ഒരു സമ്മറി നോക്കിപ്പോവാം. സോ ഗ്ലാസ് സീലിംഗ് എന്ന് പറഞ്ഞു. എന്താണ് ഗ്ലാസ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the glass ceiling refers to invisible barriers that prevent women from reaching top leadership positions. So glass ceiling എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വീടിൻ്റെ മേൽക്കൂര അല്ലെങ്കിൽ സീലിംഗ് ഉണ്ടല്ലോ, അത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, നമുക്ക് മേലോട്ട് കാണാൻ പറ്റും, പക്ഷെ നമുക്ക് ഒരു ബാരിയറായിട്ട് തന്നെയാണ് അത് നിലകൊള്ളുക. നമുക്ക് ഡയറക്റ്റ് പോയി സ്കൈ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല, അതൊരു ബാരിയർ അവിടെ ഉണ്ടാവും. ഇതിനെ ആണ് ഗ്ലാസ് സീലിംഗ് എന്ന് ഇവിടെ മെറ്റഫറിക്കലി യൂസ് ചെയ്തേക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് മുന്നോട്ടുള്ള പൊസിഷൻ കാണാൻ പറ്റും, അതിനുള്ള കഴിവും ഉണ്ടായിരിക്കും, പക്ഷേ ഒരു ബാരിയറായിട്ട് ഒരു ഗ്ലാസ് പോലെ എന്തോ ഒരു സാധനം അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് ഗ്ലാസ് സീലിംഗ്, വിച്ച് വിൽ പ്രിവെൻറ്റ് വിമൻ ഫ്രം റീച്ചിങ് ടോപ്പ് ലീഡർഷിപ്പ് പൊസിഷൻ. ലീഡർഷിപ്പ് പൊസിഷൻസിലോട്ട് എത്താൻ പറ്റില്ല, താഴെ നിന്നിട്ട് ജോലി ചെയ്യാനുള്ളൊരു പൊസിഷനിൽ മാത്രമേ എത്തിപ്പെടാൻ പറ്റുന്നുള്ളൂ. ജെൻഡർ ആൻഡ് റേഷ്യൽ ഡിസ്പാരിറ്റീസ് വൈഡനിങ് ആൻഡ് ഹയർ കരിയർ ലെവൽസ്, ഇതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കരിയർ ലെവൽസിലോട്ട് പോകുമ്പോഴത്തേക്കും, ജോലി കിട്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഡിസ്പാരിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വാൻസ്മെൻറ്റ് ഡിസ്പൈറ്റ് ഈക്വൽ ക്വാളിഫിക്കേഷൻസ്. ഒരു മെയിൽ കാൻഡിഡേറ്റിനുള്ളത് പോലത്തെ അതേ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആയിരിക്കും. ഗ്രോയിങ് ജെൻഡർ ഗ്യാപ്പ് ഇൻ ഏർണിങ്സ് ആൻഡ് പ്രൊമോഷൻസ് ഓവർ ടൈം. ഒരു ജെൻഡർ ഗ്യാപ്പ്, ഒരു പുരുഷന് കിട്ടുന്ന വേതനമല്ല അല്ലെങ്കിൽ പ്രൊമോഷൻ ഒരു സ്ത്രീക്ക് കിട്ടുന്നത്. ഇതാണ് ഗ്ലാസ് സീലിംഗിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ. കരിയറിൽ ഒരു ഡിസ്പാരിറ്റി ഉണ്ട്, ജെൻഡർ അല്ലെങ്കിൽ റേസ് വെച്ചിട്ടുള്ളൊരു, ഈവൻ ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് വേൾഡ് കൺട്രിയിലുള്ള ഒരാളാണ്, അങ്ങനത്തെ ഒരു കാര്യം വരുന്നുണ്ട്. ജെൻഡർ പേ ഗ്യാപ്പ് ആൻഡ് പ്രൊമോഷൻസ്. വിമൻ എയർ ലെസ് ദാൻ മെൻ ഗ്ലോബലി. ഇൻ 2008 ഫീമെയിൽ ഫുൾ ടൈം വർക്കേഴ്സ് ഏൺ 17% ലെസ് ദാൻ മെൻ ഇൻ OECD കൺട്രീസ്. OECD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് വരുന്നത് ജപ്പാൻ, ചൈന പോലെയുള്ള വലിയ വലിയ രാജ്യങ്ങളിലാണ് ഈ ഒരു ഓർഗനൈസേഷൻ വരുന്നത്. ഇവരുടെ ഒരു കണ്ടുപിടുത്തത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരേ വർക്ക് ചെയ്യുന്ന സ്ത്രീയും പുരുഷനെ നോക്കിക്കഴിഞ്ഞാൽ പുരുഷൻ കിട്ടുന്നതിനേക്കാളും 17% കുറവ് കാശാണ് സ്ത്രീക്ക് കിട്ടുന്നത്. Women in India's IT sector earn 29% less than men and have lower promotion rates. ഇനി ഇന്ത്യയുടെ കാര്യം നേരിട്ടെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീകൾ പുരുഷന്മാരെക്കാളും 29% കുറവായിട്ടാണ് കാശ് കിട്ടുന്നത്. പ്രൊമോഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു പുരുഷൻ പെട്ടെന്ന് തന്നെ പ്രൊമോട്ടഡായി മേലോട്ട് പോവുകയാണെങ്കിൽ സ്ത്രീക്ക് അത്രത്തോളം ഒരു പ്രൊമോഷൻ റേറ്റും ഇല്ല, ഏൺ ചെയ്യുന്ന കാശും കുറവാണ്. വർക്ക് പ്ലേസ് സ്ട്രക്ചേഴ്സ് ഫേവർ മെൻസ് കരിയർ ഗ്രോത്ത് റീഇൻഫോഴ്സിംഗ് ദ ജെൻഡർ പേ ഗ്യാപ്പ്. വർക്ക് ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്നിനാണ് കരിയർ ഗ്രോത്ത് സാധ്യമാകുന്നത്, സ്ത്രീക്ക് അത്രത്തോളം ഒരു പ്രൊമോഷനും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പേ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ജെൻഡർ പേ ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടാൻ കുറവ്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ 29% ലെസ്സാണ്, അതിനെയാണ് പേ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അടുത്ത പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹിസ്റ്ററിക്കൽ റൂട്ട് ഓഫ് ജെൻഡർ ഇൻഇക്വാലിറ്റി. വിമൻ വെർ ഹിസ്റ്ററിക്കലി ഡിനൈഡ്
വോട്ടിംഗ് റൈറ്റ്സ്, പ്രോപ്പർട്ടി ഓണർഷിപ്പ് ആൻഡ് ആക്സസ് ടു ഈക്വൽ എഡ്യൂക്കേഷൻ. സോ ഇതൊക്കെ എവിടെ നിന്ന് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. വർഷങ്ങൾക്ക് മുന്നേ തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ എന്ന് വേണമെങ്കിൽ പറയാം, സ്ത്രീകൾക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരുന്നില്ല, പ്രോപ്പർട്ടിക്ക് ഓണർഷിപ്പ് ഉണ്ടായിരുന്നില്ല, ഈക്വൽ എഡ്യൂക്കേഷൻ പോലും കിട്ടിയിരുന്നില്ല. Organizational structures, laws and traditions were designed by men, reinforcing male dominance. ഇനി ഓർഗനൈസേഷൻസിൻ്റെ കാര്യമാവട്ടെ, നിയമമാവട്ടെ, ട്രഡീഷൻ ആവട്ടെ, ഇതെല്ലാം ആരാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്? പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഡോമിനൻസ് കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് പുരുഷന്മാർ ഇതെല്ലാം സ്ട്രക്ചർ ചെയ്ത് എടുത്തിട്ടുള്ളത്. അവിടെയും സ്ത്രീകൾക്ക് ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു പെരുമാറ്റങ്ങളോ ഉണ്ടായിട്ടില്ല. Even today, leadership models reflect these biases, limiting women's career progression. സോ പണ്ട് മുതലേ പറഞ്ഞു വന്ന ഇതേ ഒരു ഹിസ്റ്ററിയിലുള്ള കാര്യം തന്നെയാണ്. നമുക്ക് നോക്കുമ്പോൾ ഇന്ന് പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ട്, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. പക്ഷേ പുതിയ രീതിയിലാണ് ഈ ഒരു ഡിസ്പാരിറ്റീസ് കടന്നു വന്നിട്ടുള്ളത്. ഇനി ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷനും ജെൻഡർ ബയസിനെയും പറ്റിയിട്ടാണ്. സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് അണ്ടർ റെപ്രസെൻറ്റ് വിമൻസ് കോൺട്രിബ്യൂഷൻ ടു ഹിസ്റ്ററി ആൻഡ് സൊസൈറ്റി. ഇനി ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം എടുക്കാം. സ്കൂളിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷനെ പറ്റിയിട്ട് അധികമൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഹിസ്റ്ററിയിലുള്ളതാവട്ടെ, സൊസൈറ്റിയിലുള്ളതാവട്ടെ. ഒരു ഉദാഹരണത്തിന് നമുക്ക് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പുരുഷന്മാരെ പറ്റിയിട്ട് നമുക്കറിയാം. എന്നാൽ അതിനോടൊപ്പം തന്നെ പ്രവർത്തിച്ച വിരലിൽ എണ്ണാവുന്ന സ്ത്രീകളുടെ പേര് പോലും, 5 പേരുടെ പേര് പോലും ചിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൂടെ നമുക്ക് അറിവുണ്ടായിരിക്കില്ല. ഇതും ഒരു അണ്ടർ റെപ്രസെൻറ്റേഷനാണ്. Studies show that students struggle to name historical female figures beyond entertainment or sports. ഈ പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്ററിക്കൽ ഫീമെയിൽ ഫിഗേഴ്സ്, കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലുള്ളതാവട്ടെ, അല്ലെങ്കിൽ പണ്ട് കാലത്ത് എന്തെങ്കിലുമൊക്കെ ഇൻവെൻഷൻസ് കണ്ടുപിടിച്ചവരാവട്ടെ, ഇവരെ ഒന്നും നമുക്ക് ഓർത്തെടുക്കാനാവില്ല. എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ആൾക്കാരെ പിന്നെയും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും, ഈവൻ സ്പോർട്സിലുള്ളവരെ ഓർത്തെടുക്കാൻ പറ്റും. പക്ഷെ അല്ലാത്ത സ്ത്രീകളുടെ കാര്യമൊന്നും നമുക്കറിയത്തില്ല. ദി ആബ്സെൻസ് ഓഫ് ഫീമെയിൽ റോൾ മോഡൽസ് ഇൻ എഡ്യൂക്കേഷൻ വീക്കൻസ് ഗേൾസ് ലീഡർഷിപ്പ് ആസ്പിറേഷൻസ്. ഇനി റോൾ മോഡലായിട്ട് കണക്കാക്കാൻ പറ്റുന്ന സ്ത്രീകളെ പറ്റിയിട്ട് സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ലീഡർ ആവണം, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള തോന്നലൊന്നും പിൻകാലത്ത് ഉണ്ടായിരിക്കില്ല. സോ എഡ്യൂക്കേഷനിലും ഈ വരെ പറയുന്ന ജെൻഡർ ബൈസസ് വളരെ നല്ല രീതിയിലുണ്ട്. സോഷ്യൽ കണ്ടീഷനിങ് ഫ്രം ചൈൽഡ്ഹുഡ്. പാരൻസ് ഇൻവെസ്റ്റ് മോർ ഇൻ ബോയ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് ട്രെയിനിങ് ദാൻ ഗേൾസ്. സോ ഇതിനകത്ത് തന്നെ പറയുന്ന ഒരു ആർട്ടിക്കിൾ തന്നെ ഉള്ളൊരു കാര്യമാണ്, പാരൻസ് പുരുഷന്മാരുടെ എഡ്യൂക്കേഷന് എത്ര കാശായി കഴിഞ്ഞാലും അവർ ചിലവാക്കാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷേ സ്ത്രീകളുടേതാണെങ്കിൽ അത്രത്തോളം കാശ് ചിലവാക്കി സ്ത്രീകളെ പഠിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത പാരൻസിനും ഇല്ല. Sons are encouraged to be assertive and financially independent, while daughters are expected to be submissive. പയ്യന്മാരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ അവരെ അസേർട്ടീവ് ആവാനും, അതായത് എന്താ വേണ്ടത് എന്ന് സ്ട്രോങ് ആയിട്ട് പറയാനും, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് പറഞ്ഞാണ് പഠിപ്പിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ സ്ത്രീകളെ ആണെങ്കിൽ അവർ സബ്മിസീവ് ആവുക, അനുസരണമുള്ള കുട്ടി ആയാൽ മതി എന്നൊരു രീതിയിലാണ് പഠിപ്പിച്ചുകൊണ്ട് വരുന്നത്. പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് വിത്തിൻ ഫാമിലീസ് ഫേവർ മെയിൽ ചൈൽഡ്. പ്രോപ്പർട്ടി ഏറ്റവും കൂടുതൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതും ആണുങ്ങൾക്കാകും, അല്ലെങ്കിൽ കുടുംബപരമായിട്ട് കിട്ടുന്ന പ്രോപ്പർട്ടിയാണേ. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആണുങ്ങളാണ്, അത് കഴിഞ്ഞ് ഈ ജനിക്കുന്ന സൺസാണ്. അല്ലാണ്ട് ഡോട്ടേഴ്സിനൊന്നും അവിടെ ഒരു റോളും ഇല്ല. ഈ ഒരു കാര്യവും ചൈൽഡ്ഹുഡ് മുതലേ തന്നെ കണ്ട് വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ടൊന്നും അവർ വളർന്നു വരുന്നില്ല. Gender versus sex. Sex is biological while gender is a social construct. Gender roles are defined by society, not biology. സോ നമ്മൾ 2 വാക്കുകൾ കേട്ടിട്ടുണ്ടാകും, സെക്സ് എന്നുമുണ്ട് ജെൻഡർ എന്നുമുണ്ട്. സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കലാണ്, നമ്മുടെ ബോഡി നോക്കിയിട്ട് നമ്മൾ ആരാന്ന് പറയാൻ പറ്റുന്നതിനാണ് സെക്സ് എന്ന് പറയുന്നത്. സോ അതിലാണ് പെണ്ണ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ജെൻഡറായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. നീ ഇങ്ങനെ പെരുമാറാവൂ, നീ ഇങ്ങനെ പെരുമാറണം, ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികൾ അടുക്കള ജോലി ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം കൺസ്ട്രക്റ്റഡ് ആണ്. ഇതിനെയാണ് ജെൻഡർ എന്ന് പറയുന്നത്. ഇത് സൊസൈറ്റിയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, മെനി മെട്രിയാർക്കൽ സൊസൈറ്റീസ് എക്സിസ്റ്റ് ബട്ട് മെയിൽ ഡോമിനൻസ് റിമെയിൻസ് ദ നോം വേൾഡ് വൈഡ്. ഈ പറയുന്ന പോലെ പെട്രിയാർക്കൽ അല്ലാണ്ട് മെട്രിയാർക്കൽ സ്ത്രീകൾ മുന്നിട്ട് നോക്കുന്ന സൊസൈറ്റികളും ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ നമ്മൾ വേൾഡ് വൈഡ് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതലുള്ളത് മെയിൽ ഡോമിനൻസ് ആണ്. ഇനി കൾച്ചറൽ ആൻഡ് റിലീജിയസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് ജെൻഡർ ബയസിനെ പറ്റി പറയുന്നുണ്ട്.
പല കൾച്ചറിലും മെനി കൾച്ചേഴ്സ് അസോസിയേറ്റ് പവർ ആൻഡ് ലീഡർഷിപ്പ് വിത്ത് മെൻ. ഒട്ടുമിക്ക കൾച്ചറുകളിലും പവറിനും ലീഡർഷിപ്പും കൊടുത്തിട്ടുള്ളത് പുരുഷന്മാർക്കാണ്. റിലീജിയസ് ട്രഡീഷൻസ് റീഇൻഫോഴ്സ് മെയിൽ അതോറിറ്റി, ലിമിറ്റിംഗ് വിമൻസ് റോൾ ഇൻ റിച്വൽസ്, ഗവർണൻസ് ആൻഡ് റിലീജിയസ് ലീഡർഷിപ്പ്. മിക്കവാറും റിലീജിയസ് രീതിയിൽ നോക്കുകയാണെങ്കിൽ മെയിൽ അതോറിറ്റിക്കാണ് അതിൻ്റെ ഒരു ട്രഡീഷൻ പൊയ്ക്കൊണ്ടിരിക്കുക. മഠാധിപതി എന്നുള്ളതാവട്ടെ, അമ്പലങ്ങളിലെ മെയിൻ തന്ത്രി, അങ്ങനെയുള്ള കാര്യങ്ങളാവട്ടെ, ഇതെല്ലാം ആർക്ക് കൊടുക്കുക? പുരുഷന്മാർക്ക്. അല്ലാണ്ട് സ്ത്രീകൾക്ക് റിച്വൽസിലോ ഗവർണൻസിലോ റിലീജിയസ് ലീഡർഷിപ്പിലോ പോലും ഇല്ല. അവർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനമില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ലാംഗ്വേജ്, ട്രഡീഷൻസ് ആൻഡ് ബ്ലെസ്സിങ് ഫേവർ മെയിൽ ഡോമിനൻസ്. നമ്മുടെ ഭാഷ ആവട്ടെ, ട്രഡീഷൻ ആവട്ടെ, ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലെസ്സിങ്സ് ആവട്ടെ, ഇപ്പോൾ ഈ ഭവന്തു എന്നൊക്കെ പറയുന്ന, ഇപ്പോൾ ഓരോരുത്തർക്ക് നമ്മൾ ആരുടെയെങ്കിലും കാലിൽ തൊട്ട് തൊടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൽ ഇഷ്ടം പോലെ ബ്ലെസ്സിങ്സ് കൊടുക്കുകയാണ്. ദീർഘായുസ് ഉണ്ടാവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതെല്ലാം മെയിൻലി ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സന്താന സൗഭാഗ്യം ഉണ്ടാവട്ടെ, ഒരു ആൺകുട്ടി ജനിക്കട്ടെ, ഇങ്ങനെയുള്ള ബ്ലെസ്സിങ്സ് പോലും ആൺകുട്ടികളെയാണ് ഫേവർ ചെയ്യുന്നത്. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ടു വിമൻസ് അഡ്വാൻസ്മെൻറ്റ്. ബയസ് ഇൻ ഹയറിംഗ് ആൻഡ് പ്രൊമോഷൻ. വിമൻ ആർ ഓഫൻ പെർസീവ്ഡ് ആസ് ലെസ് ഫിറ്റ് ഫോർ ലീഡർഷിപ്പ്. ഇനി ഓർഗനൈസേഷൻസിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ലീഡർഷിപ്പ് റോൾസ് ഫിറ്റ് ആവത്തില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ഹയർ ചെയ്യുന്നത്, ജോലി തരുന്നതാണെങ്കിലും പ്രൊമോഷൻ തരുന്നതാണെങ്കിലും. വർക്ക് ലൈഫ് ബാലൻസ് ചാലഞ്ചസ്. ലീഡർഷിപ്പ് റോൾസ് റിക്വയർ ലോങ് അവേഴ്സ്, ഡിസഡ്വാൻറ്റേജ്ഡ് വിമൻ വിത്ത് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്. രണ്ടാമതൊരു കാര്യം, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള സ്ത്രീകൾക്ക് ലീഡർഷിപ്പ് റോൾസ് കൊടുക്കുന്നത് ആലോചിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. കാരണം ഒരുപാട് ലോങ് അവേഴ്സിൻ്റെ ജോലി ഉണ്ടാവും. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഇതൊന്നും ഫാമിലി നോക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ട് പറ്റില്ല എന്നൊരു ധാരണയുമുണ്ട്. സ്റ്റിരിയോടിപ്പിക്കൽ ലീഡർഷിപ്പ് ട്രൈറ്റ്സ്, അസർട്ടീവ്നെസ് ആൻഡ് അഗ്രഷൻ ആർ അസോസിയേറ്റഡ് വിത്ത് ലീഡർഷിപ്പ്, മേക്കിംഗ് വിമൻ സീം ലെസ് സ്യൂട്ടഡ്. ഇനി ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു ബോസ് എന്ന് പറയുന്ന വേർഡ് പോലും പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിലോട്ട് സ്ത്രീ വരുമ്പോഴത്തേക്കും അത് ഓക്കെ ആവില്ല, ഒരു ലെസ് സ്യൂട്ടഡ് ആണ് എന്നൊരു തോന്നലും ഒരു സ്റ്റീരിയോടിപ്പിക്കലി ഉള്ളൊരു കാര്യമാണ്. ബ്രേക്സ് ഇൻ കരിയർ, മെറ്റേണിറ്റി ലീവ് ആൻഡ് കെയർ ഗിവിംഗ് റെസ്പോൺസിബിലിറ്റീസ് സ്ലോ വിമൻസ് കരിയർ പ്രോഗ്രഷൻ. ഇനി അടുത്തൊരു കാര്യമാണ് മെറ്റേണിറ്റി ലീവ്, അതായത് പ്രഗ്നൻസി ടൈമിൽ എടുക്കുന്ന ലീവ് അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ച ഉടനെ എടുക്കുന്ന ലീവ്. ഇതെല്ലാം അവരുടെ കരിയറിനെ ഒന്ന് സ്ലോ മോഷനിലോട്ട് കൊണ്ടുവരും. ഗവൺമെൻറ് അസോസിയേഷൻസിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൽ മാത്രമാണ് പെയ്ഡ് മെറ്റേണിറ്റി ലീവൊക്കെ ലഭിക്കുന്നത്. അല്ലാണ്ട് കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസിലോട്ട് എത്തുമ്പോഴത്തേക്കും മെറ്റേണിറ്റി ലീവൊക്കെ എടുക്കേണ്ടി വരുന്നൊരു അതായത് ഒരു 3 മാസം 6 മാസം ലീവൊക്കെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കരിയറിനൊരു ബ്രേക്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. വർക്ക് പ്ലേസ് പോളിസീസ് ദാറ്റ് റീഇൻഫോഴ്സ് ദി ഗ്ലാസ് സീലിംഗ്, നൈറ്റ് ഷിഫ്റ്റ്, റൊട്ടേഷണൽ അസൈൻമെൻറ്റ്സ് ആൻഡ് പൈപ്പ്ലൈൻ പ്രൊമോഷൻ മോഡൽസ് ഡിസഡ്വാൻറ്റേജ് വിമൻ. സോ നൈറ്റ് ഷിഫ്റ്റ് വരിക, റൊട്ടേഷണൽ ആയിട്ടുള്ള അസൈൻമെൻറ്റ്സ്, അതായത് ഇപ്പോൾ ഒരെണ്ണം ചെയ്യുന്നു, രാത്രി അടുത്ത് വീണ്ടും, ഇങ്ങനെ ഷിഫ്റ്റൊക്കെ ബേസ് ചെയ്ത് ചെയ്യേണ്ടി വരുന്നൊരു കാര്യത്തിലോട്ട് എത്തുമ്പോഴത്തേക്കും ഫുൾ ടൈം അവൈലബിൾ ആവേണ്ടി വരുന്ന സമയത്ത് അത് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഓൾസോ പൈപ്പ്ലൈൻ പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേർരേഖ തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം. 3 വർഷം ജോലി ചെയ്താലേ അടുത്ത അതിലോട്ട് പോകാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ഒരു കാര്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ കരിയർ ബ്രേക്ക് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് 3 ഇയേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും 3 ഇയേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻ ടോട്ടൽ ഒരു 5 ഇയേഴ്സൊക്കെ വർക്ക് ചെയ്താലായിരിക്കും 3 ഇയേഴ്സിൻ്റെ മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റുക. ഇതെല്ലാം സ്ത്രീകൾക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ വർക്ക് പ്ലേസ് എഫിഷ്യൻസി ഈസ് മെഷേർഡ് ഇൻ മെറ്റീരിയൽ പ്രൊഡക്ഷൻ, ഇഗ്നോറിംഗ് വിമൻസ് റിലേഷണൽ ലീഡർഷിപ്പ് സ്ട്രെങ്സ്. മെറ്റീരിയൽ പ്രൊഡക്ഷനെ വെച്ചിട്ട് മാത്രമായിരിക്കും ചില സമയത്ത് കാര്യം നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ടീം ഫെയിലായി, ഈ പറഞ്ഞ പോലത്തെ ഒരു 10 കോടിയുടെ ഒരു ടേൺ ഓവർ മെറ്റീരിയൽ കാണിക്കണം. ഈവൻ ആ മെറ്റീരിയൽ ക്വാളിറ്റിയുടെ കുഴപ്പമായിരിക്കും, പക്ഷെ അത് വെച്ചിട്ടായിരിക്കും ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത്. അല്ലാണ്ട് അത്രയും മോശപ്പെട്ട സാധനം പോലും എന്തുമാത്രം വിറ്റു എന്നുള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വെച്ചിട്ടായിരിക്കില്ല. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഓഫൻ കണ്ടെയ്ൻ ഹിഡൻ ജെൻഡർ ബയസസ്. ഇനി റിക്രൂട്ട്മെൻറ്റ് ആവട്ടെ, പ്രൊമോഷനിലോട്ട് നമ്മളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഓക്കെ ഇവർക്ക് പ്രൊമോഷൻ കൊടുക്കാം എന്ന് പറയുന്നതിനകത്തും ഹിഡൻ ആയിട്ടുള്ള ചില ജെൻഡർ ബയസസ് ഉണ്ടായിരിക്കും. അതായത് സ്ത്രീകൾക്ക് കൊടുക്കണ്ട, സ്ത്രീകളെ ചൂസ് ചെയ്യേണ്ട എന്ന് തുടങ്ങിയത്. Rigid definition of leadership. Leaders are expected to be aggressive, tough and always available, making women seem unfit. So
പറഞ്ഞ കാര്യങ്ങളാണ്. എപ്പോഴും ദേഷ്യം ഉണ്ടാവണം, ടഫായിരിക്കണം, ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും സ്ത്രീകൾ ചില സമയത്ത് അൺഫിറ്റായിട്ട് പോകാറുണ്ട്. വിമൻസ് എബിലിറ്റി ടു നർച്ചർ ആൻഡ് ബിൽഡ് റിലേഷൻഷിപ്സ് ഈസ് അണ്ടർ വാല്യൂഡ് ഇൻ കോർപ്പറേറ്റ് ലീഡർഷിപ്പ്. സോ സ്ത്രീകൾക്ക് ഒരു എബിലിറ്റി ഉണ്ട്, റിലേഷൻഷിപ്പ് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഈ കഴിവിനെയെല്ലാം കോർപ്പറേറ്റ് ലോകം അണ്ടർമൈൻ ചെയ്യുവാണ്, അതിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതൊരു കഴിവായിട്ട് അവർ സ്വീകരിക്കുന്നില്ല. Organizations fail to recognize that women successfully lead families and communities, proving their relationship potential. ഇവർ മനസ്സിലാക്കാൻ പറ്റാണ്ട് പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഫാമിലീനെ നോക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റീസിനെ ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ് സ്ത്രീകൾ. ഈ ഒരു ചിന്ത ആൾക്കാരിലേക്ക്, ഓർഗനൈസേഷൻസിലേക്ക് എത്തുന്നില്ല. നമുക്ക് എന്താണ് അതുകൊണ്ട് വേണ്ടത്? വി നീഡ് ഫോർ ഓർഗനൈസേഷണൽ റിഫോംസ്. ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുക്കണം. വിമൻ ഷുഡ് ബി എൻകറേജ് ടു ഡെവലപ്പ് ലീഡർഷിപ്പ് സ്കിൽസ്. ഇതുകൊണ്ട് തന്നെ മോസ്റ്റ് സ്ത്രീകളും വിചാരിക്കുന്നത്, ഓക്കെ എനിക്ക് പ്രൊമോഷൻ കിട്ടില്ല, ഒന്നും കിട്ടില്ല, ഞാനതുകൊണ്ട് ലീഡർഷിപ്പ് സ്ഥാനങ്ങളൊന്നും ആഗ്രഹിക്കേണ്ട കാര്യമില്ല, എൻട്രി ലെവലിൽ തന്നെ ഇരുന്ന് അവിടെ ജോലി ചെയ്ത് പോകാം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. സോ അതുകൊണ്ട് അവർക്ക് എന്ത് നൽകണം? ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ദെൻ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ്. സീനിയർ ഫീമെയിൽ എക്സിക്യൂട്ടീവ്സ് തന്നെ യങ് വുമണിനെ ഗൈഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. Flexible work policies, remote work, paternity leave and reduced emphasis on uninterrupted service should be encouraged. മെറ്റേണിറ്റി ലീവ് കൊടുക്കുക, റിമോട്ടായിട്ടുള്ള വർക്ക്, അതായത് ചില സമയത്ത് നമുക്ക് കുറച്ച് വർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സമയമായിരിക്കും ഈ ഒരു മെറ്റേണിറ്റി ലീവ് അല്ലെങ്കിൽ പെറ്റേണിറ്റി ലീവൊക്കെ എടുക്കുന്ന സമയത്ത്. ആ സമയത്തും വർക്ക് കൊടുക്കുക, പക്ഷെ റിമോട്ടായിട്ടുള്ള വർക്ക് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വർക്ക് കുറച്ചും കൂടി എൻകറേജ് ചെയ്യാൻ പറ്റും. പിന്നെ ജെൻഡർ ന്യൂട്രലായിട്ടുള്ള ഹയറിങ്ങും പ്രൊമോഷൻസും കൊടുക്കുക. അവരുടെ സ്കിൽസ് മാത്രം വെച്ചിട്ട് അസസ് ചെയ്യുക, അല്ലാണ്ട് ജെൻഡറിൻ്റെ ബേസിസിൽ ചെയ്യാതിരിക്കുക. എൻകറേജിങ് വിമൻ ടു സ്റ്റെപ്പ് അപ്പ്. ലീഡർഷിപ്പ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് റിക്വയറിങ് റിസ്ക് ടേക്കിംഗ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. വിമൻ മസ്റ്റ് സീസ് ഓപ്പർച്യൂണിറ്റീസ്, ആക്റ്റീവ്ലി അപ്ലൈ ഫോർ പ്രൊമോഷൻസ് ആൻഡ് ഡെവലപ്പ് ലീഡർഷിപ്പ് സ്കിൽസ്. സോ സ്ത്രീകളെ എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുക, എന്നാൽ മാത്രമേ അവർക്ക് റിസ്ക് എടുക്കാനും സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനാണെങ്കിലും പിന്നീട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തിരഞ്ഞെടുക്കാനും പ്രൊമോഷന് വേണ്ടി അപ്ലൈ ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. സക്സസ് റിക്വയർസ് സ്റ്റെപ്പിംഗ് ഔട്ട് കംഫർട്ട് സോൺസ്, ഇൻസ്പയറിംഗ് അതേഴ്സ് ആൻഡ് പ്രൂവിങ് കോമ്പീറ്റൻസ്. ഒരിക്കൽ ഒരു ജോലി കിട്ടിയെന്ന് കരുതി അതോടുകൂടി നമ്മൾ പ്രൂവ്ഡ് ആയി കഴിഞ്ഞു, കഴിവുള്ള ആളാണ് എന്ന് കരുതിയിരിക്കാൻ പറ്റില്ല. വീണ്ടും വീണ്ടും ദിനം ദിനം ചിലപ്പോൾ നമ്മൾ ഓരോ സമയത്തും നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് വന്ന് അത് പ്രൂവ് ചെയ്യേണ്ടി വരും. Awareness of invisible biases. Women often deny personal disadvantage, assuming they are unaffected by bias. Unconscious stereotypes about women being too nice or too emotional hinder their process. Gender bias in policies often limits women's ability to determine their own career paths. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്ത്രീകൾ ഒരുപാട് നൈസ് ആയിരിക്കും, അതുകൊണ്ട് ടഫർ ആവാൻ പറ്റില്ല, ഭയങ്കര ഇമോഷണൽ ആയിരിക്കും. ഇങ്ങനെയുള്ള ചില തോട്ടുകളും സ്ത്രീകളെ കരിയർ പാത്തിൽ മുന്നോട്ട് പോകാതിരിക്കാൻ ഉള്ളൊരു ഇടയാവുന്നുണ്ട്. സീസിങ് ഓപ്പർച്യൂണിറ്റീസ്. വിമൻ മസ്റ്റ് ആക്റ്റീവ്ലി പെർസ്യൂ ലീഡർഷിപ്പ് റോൾസ് ഈവൻ ഇഫ് ദേ ഫേസ് ഇനിഷ്യൽ റിജക്ഷൻസ്. കണ്ടിന്യൂസ് എഫേർട്ട് ഇവൻച്വലി ബ്രേക്സ് റെസിസ്റ്റൻസ് ആൻഡ് ലീഡ് ടു സക്സസ്. ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് നമ്മൾ പോയി ഫെയിലായി എന്ന് കരുതിയിട്ട് തോറ്റു കൊടുക്കാണ്ട് വീണ്ടും വീണ്ടും പോരാടിക്കൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നമ്മളിതിന് പറ്റുന്ന ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കി സക്സസ്സിലോട്ട് നമ്മൾ എത്തത്തുള്ളൂ. ഇനി പറയുന്ന ഒന്ന് രണ്ട് കീ കോൺസെപ്റ്റ്സ് കൂടെ ഉണ്ട്. ഗ്ലാസ് സീലിംഗ് മാത്രമല്ല, വിമൻ ഫേസ് അഡീഷണൽ ബാരിയേഴ്സ് ഈവൻ ആഫ്റ്റർ ബ്രേക്കിംഗ് ദി ഇനിഷ്യൽ ഗ്ലാസ് സീലിംഗ്. ഒരു ഗ്ലാസ് സീലിംഗ് ബ്രേക്ക് ചെയ്ത് നമ്മൾ ലീഡർഷിപ്പിലോട്ട് എത്തിയാൽ പോലും പിന്നെയും കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഗ്ലാസ് ക്ലിഫ്. വിമൻ ആർ ഓഫൻ പ്രൊമോട്ടഡ് ടു ഹൈ റിസ്ക് ലീഡർഷിപ്പ് പൊസിഷൻസ് വെയർ സക്സസ് ഈസ് അൺലൈക്ലി. സോ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പോരാടി നമ്മുടെ ഹയർ ഒഫീഷ്യൽസിൻ്റെ മുന്നേ നമ്മൾ പ്രൂവ് ചെയ്ത് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമുക്ക് തരുന്നത് ഗ്ലാസ് ക്ലിഫുകളായിരിക്കും. അതായത് ഒത്തിരി ഹൈ റിസ്ക് പൊസിഷൻസ്. സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടാനേ സാധ്യതയില്ലാത്ത പൊസിഷൻസിലോട്ട് സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്ത് വിടുക. എന്നിട്ട് പറയും, ഓക്കെ സ്ത്രീ ആയതുകൊണ്ടാണ് ഇവിടെ തോറ്റുപോയത്. അങ്ങനെ ഒരു വെഞ്ച്ഫുൾ ആയിട്ടുള്ളൊരു ആക്റ്റും സംഭവിക്കാറുണ്ട്. സ്റ്റിക്കി ലാഡർ. വിമൻ ഗെറ്റ് സ്റ്റക്ക് ഇൻ മിഡിൽ ലെവൽ പൊസിഷൻസ് ഡെസ്പൈറ്റ് ദെയർ കേപ്പബിലിറ്റീസ്. സ്റ്റിക്കി ലാഡർ എന്ന് പറയുന്നത്, ലാഡർ അറിയാലോ, ഏണി. അവിടെ തന്നെ ഏണിയിൽ ഇങ്ങനെ കിടന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്.
ഒരു സ്റ്റെപ്പ് കയറുന്നു, വീണ്ടും ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്നു. അങ്ങനെ മിഡിൽ ലെവൽ പൊസിഷൻസ്, ഒരിക്കലും ലാഡറിൻ്റെ മേലോട്ട് കയറാൻ പറ്റാണ്ട് പോകുന്നു. വിമൻ അഡ്വാൻസ് ടു എക്സിക്യൂട്ടീവ് റോൾസ് ബട്ട് ഓൺലി ഇൻ ലിമിറ്റഡ് ഫീൽഡ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ, നഴ്സിംഗ് ഓർ ഫാഷൻ. ഇനി സ്ത്രീകൾക്ക് കിട്ടുന്ന എക്സിക്യൂട്ടീവ് റോൾസ് കിട്ടാറുണ്ട്, പക്ഷെ അതെങ്ങനെയുള്ള സ്ഥലത്താണ്? എഡ്യൂക്കേഷൻ, നഴ്സിംഗ്, ഫാഷൻ. അധ്യാപകരാകാനോ അല്ലെങ്കിൽ അക്കാഡമിഷ്യൻസ് ആവാൻ, നേഴ്സസ് ആവാനും ഫാഷൻ മേഖലയിലുമാണ് സ്ത്രീകൾക്ക് കൂടുതൽ പൊസിഷൻ കിട്ടുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള പല മേഖലകളിലേക്കും എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഇതിനെയാണ് ഗ്ലാസ് വാൾ എന്ന് പറയുന്നത്. സോ ഇവിടെ 3 ടേംസ് പറഞ്ഞു: ഗ്ലാസ് ക്ലിഫ്, സ്റ്റിക്കി ലേഡർ, ഗ്ലാസ് വാൾ. ഇനി ഇതിനൊക്കെ വേണ്ടത് ഒരു സേഫ് ഐഡൻറ്റിറ്റി വർക്ക് സ്പേസ് വേണം, കേപ്പബിലിറ്റി ഫസ്റ്റ് അപ്രോച്ച് വേണം, സപ്പോർട്ട് സിസ്റ്റംസ് വേണം. സ്ത്രീകളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജി ഉള്ളൊരു പ്ലാറ്റ്ഫോംസ് വേണം ഉണ്ടാക്കിയെടുക്കാൻ. പ്രൊമോഷൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ സ്കില്ലിനെയും പെർഫോമൻസിനെയും വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് വെച്ചിട്ടല്ല. പിന്നെ അത്യാവശ്യത്തിനുള്ള ലീഡർഷിപ്പ് റോൾസ് കൊടുത്തിട്ട് അതിനുള്ള ട്രെയിനിങ്സും കൊടുക്കുക. ഇനി എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഈ ഗ്ലാസ് സീലിങ്ങിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പോളിസീസും പെർസെപ്ഷൻസും മോഡിഫൈ ചെയ്ത് വിമനെ ടോപ്പ് റോൾസിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ മാറ്റിയെടുക്കണം. സ്ത്രീകൾക്ക് മനസ്സിലാക്കണം നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞ് അതിലേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. കോർപ്പറേറ്റ് വേൾഡ് ഹിഡൻ ആയിട്ടുള്ള ബയസസ് എല്ലാം മാറ്റി നിർത്തിയിട്ട് വിമൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ഇടയുണ്ടാക്കി കൊടുക്കണം. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് കൺക്ലൂഷനകത്തും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കോർപ്പറേറ്റ് വേൾഡ് ഒരു ബാലൻസ് ആക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉള്ളത്, ഓർഗനൈസേഷൻസ് ആവട്ടെ, അവിടുത്തെ ഹയർ ലീഡേഴ്സ് ആവട്ടെ, സ്ത്രീകളാവട്ടെ, എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. പറഞ്ഞ പോയിൻറ്റ്സാണ് കൺക്ലൂഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അത്യാവശ്യത്തിൻ്റെ ഒരു എസ്സേ ഒക്കെ ഫോം ചെയ്യാൻ പറ്റും ഈ ഒരു കൺക്ലൂഷൻ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.